ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസാണ്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞത് പെട്രോൾ ലീക്കാണ്. നല്ല രീതിയിൽ പെട്രോൾ ലീക്കായി പോകുന്നുണ്ട്. പിന്നെ ബോഡിയൊക്കെ ഒന്ന് അഴിച്ച് അതിൻ്റെ ഉൾഭാഗം അടക്കം ഒന്ന് വാട്ടർ സർവീസിന് പറഞ്ഞിട്ടുണ്ട്, ഓപ്പൺ വാഷിംഗ് ആയിട്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജനറൽ സർവീസിൽ റണ്ണിങ്ങിൽ ഓഫായി പോകണം കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ വണ്ടി നമ്മൾ വർക്കിന് കയറ്റി, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി വർക്കിന് കയറ്റുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ഒന്നും കാണിച്ചില്ല, പെട്രോൾ ലീക്ക് കാണിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഈ ഇഗ്നീഷൻ സ്വിച്ച് ലൂസ് കോൺടാക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിരിക്കണം ആ ഓവർഫ്ലോ ആയി പോണ കംപ്ലയിൻറ്റ്. അത് കൂടാതെ കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ രണ്ട് കാരണങ്ങളാണ് ഓഫ് ആവുന്നതിൻ്റെ റീസൺ കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ വർക്കിൻ്റെ കയറ്റി ജനറലായിട്ടുള്ള സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഈ ഒരു സർവീസും കൂടി നമുക്ക് ഉപയോഗിക്കാം. അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം തുരുമ്പൊക്കെ ഇട്ട് തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പക്ഷേ ഗിയർ ബോക്സിനകത്ത് ഓയിൽ ലെവൽ വളരെ കുറവാണ്. അപ്പോൾ ഓയിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം ആകെ 120 മില്ലി ഓയിലുള്ളൂ, അതിൽ തന്നെ ലെവൽ കുറവാണ് കാണിക്കുന്നത്. അപ്പോൾ ഗിയർ ഓയിലും കൂടി നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റി വിടണം. ബാക്ക് ടയറൊക്കെ പുതിയ ടയർ എടുക്കണേ, ഹബിനായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതുമ്പോൾ നോക്കുമ്പോൾ പുതിയ ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിന് കമ്പനി ഫിൽറ്റർ കിടക്കണം കേട്ടോ. പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് അഴിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല, ബെൽറ്റ് ഡ്രൈവാണ് വണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസിങ് നടത്തണം. തേമാനുള്ള പാർട്സുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി പുതിയത് പിടിപ്പിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കേണ്ടത്. ബെൽറ്റ് നമ്മൾ നോക്കി, വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ ബെൻഡെക്സ് എന്ന് പറയുന്ന യൂണിറ്റാണത്, അത് നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിംഗ് നോക്കിയാണ്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, ഓർഡർ കാര്യങ്ങളൊക്കെ നോർമൽ തേമാനമാണ്. ഇതിനകത്ത് ഈ ഒരു ബുഷ് തേമാനമുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേമാനം വന്നിട്ടൊരു കുഴി പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടാൽ ഏകദേശം ഒരു 100 താഴെ നമുക്കതിന് കോസ്റ്റ് വരാം. പിന്നെ ക്ലച്ച് യൂണിറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകാം. കിക്കർ വീലൊന്ന് ഗ്രീസ് ചെയ്തിടാം. അപ്പോൾ നിലവിൽ ക്ലച്ചിൽ വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ആ പീസെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷൊന്ന് മാറ്റി റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഇവിടെ ഹെഡ് കവർ ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് പറ്റുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഹെഡ് കവർ അഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റൊക്കെ ഒന്ന് മാറ്റി റീസെറ്റ് ആക്കി കഴിഞ്ഞാൽ ആ ഓയിൽ ലീക്കിൻ്റെ ശേഷം നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കാർബറേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ്. നമ്മളത് കാർബറേറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ ഇവിടെ ഇത് ഈ കാർബറേറ്ററൊക്കെ ഇങ്ങനെ ദ്രവിച്ച് ഇങ്ങനെ പൊടിഞ്ഞു പോരാണ് ഇതുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ വന്നൊരു പ്രോബ്ലമാണ്. അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഈ കാണുന്നത് കേട്ടോ. കാരണം എന്ന് കഴിഞ്ഞാൽ ഈ കാർബറേറ്ററിൻ്റെ അടിയിലൊക്കെ നോക്കുമ്പോൾ അറിയാം, അതിനകത്ത് ദ്രവിച്ച് കിടക്കണ ഈ കാണുന്നത് പൊടിഞ്ഞു പോരാണ് ഇതുകൊണ്ട് കേട്ടോ. ഇതൊക്കെ അലുമിനിയം കൊണ്ട് പൊടിഞ്ഞു തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓവർഫ്ലോ നീഡിൽ വന്ന ഭാഗമൊക്കെ കംപ്ലയിൻറ്റ് വരും. നീഡിലൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടാണ് ഈ പെട്രോൾ ഓവർഫ്ലോ കാണിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന്, നമുക്ക് കാർബറേറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാനായിട്ട് പറ്റും. കാർബറേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ കാർബറേറ്റർ ക്ലീനർ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ടാണ് അത് ഫുള്ള് ക്ലീൻ ചെയ്യണേ. ഏകദേശം നമുക്കൊരു 90% അത് നീറ്റായിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ ഫ്ലോട്ട് വാൽവ്, ഈ ഒരു വാൽവ് മാറ്റേണ്ടതായിട്ട് വരും. ഈ ജെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, അത് മാറ്റേണ്ടതായിട്ട് വരും. പക്ഷേ ഈ കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ദ്രവിച്ചിരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് പിന്നീടായാലും ഓവർഫ്ലോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് ഫ്ലോട്ട് വാൽവ്, സ്ലോ ജെറ്റൊക്കെ മാറ്റണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 600 രൂപ 650 രൂപയൊക്കെ നമുക്ക് ചിലവ് വരും നിലവിൽ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടും നമ്മൾ വണ്ടിയുമ്പോൾ കയറ്റി പിന്നീട് ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെയ്യണ പൈസ നഷ്ടമായിരിക്കും. കാരണം ഏകദേശം 1000-600 രൂപയുടെ അടുത്ത് ഏറ്റവും ചുരുങ്ങിയത് വരും നമുക്ക്. അപ്പോൾ അത് ചെയ്ത് നമ്മൾ വണ്ടിയുമ്പോൾ റീസെറ്റ് ചെയ്ത് ഓടിച്ചു, തൊട്ടടുത്ത് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കാണിക്കാത്, അപ്പം തന്നെ കാണിക്കാം. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ ഓടിച്ചിട്ട് കാണിക്കാനുള്ള സാധ്യതയൊക്കെ നിലവിലുണ്ട്. കാരണം എനിക്ക് മുമ്പ് ഇതേപോലെ വന്നേക്കുന്ന വണ്ടികളിൽ ഈ കംപ്ലയിൻ്റൊക്കെ റിപ്പീറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയണതിൻ്റെ കേസ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് പിന്നീട് നമുക്ക് ചെയ്യാനുള്ള കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കുക എന്നുള്ള, ഈ കംപ്ലയിൻ്റുള്ള പാർട്സ് മാറ്റിയിട്ട് പുതിയത് പിടിപ്പിക്കുക എന്നുള്ള. അപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ 1-2 ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമ്മളിപ്പോൾ ഈ മുടക്കണ പൈസ നമുക്ക് നഷ്ടമായിരിക്കും. ഏകദേശം ഒരു 600-650 രൂപയോളം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ നമ്മൾ പുതിയ കാർബറേറ്റർ മേടിച്ച് വെക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഇതൊന്ന് റിപ്പയർ ചെയ്യാൻ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്, റെഡിയായി കിട്ടാനായിട്ട് സാധ്യത കുറവുള്ള ഒരു മെറ്റീരിയലാണത്. കാരണം വെച്ചാൽ ഇത്രയും ദ്രവിച്ചേക്കണത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കംപ്ലയിൻറ്റ്സ് നമ്മൾ ഇതിക്ക് മുമ്പ് ചെയ്തേക്കണ വണ്ടിയിലും നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടായേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് വീണ്ടും വന്നിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ മുടക്കണ പൈസ നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടമായിരിക്കും.
അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഒന്നും ചെയ്യാതെ കൊണ്ട് തന്നെ കാർബറേറ്റർ അസംബ്ലി മേടിച്ച് പുതിയത് സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം അവിടെ തീർന്നു. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ റിപ്പീറ്റും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ തന്നെയാണ്. ഫസ്റ്റ് വന്ന പെട്രോളിൻ്റെ അത്രയും പ്രോബ്ലം ഇല്ലെങ്കിലും ഇപ്പോൾ വന്നതിലും എത്തനോളിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്, 20% തന്നെയാണ്. പക്ഷേ അതിനകത്ത് എനിക്ക് തോന്നുന്നു കെമിക്കൽ ആൻറ്റി കെമിക്കൽ ആക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അത്രയും കംപ്ലയിൻറ്റ്സ് കാണുന്നത് ആദ്യം ഉള്ള കാർബറേറ്ററുകൾക്കാണ്, ആദ്യം വന്ന പെട്രോളുകൾക്കാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോൾ അത്രയും പ്രശ്നം കാണിക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും പുതിയ കാർബറേറ്റർ വെച്ചാലും കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. കാരണം നമുക്കിപ്പോൾ 100% സാധാ പെട്രോളല്ല കിട്ടുക, E20 പെട്രോൾ ആയതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പുതിയത് വെച്ചാൽ പോലും. പക്ഷേ ഇതിനേക്കാളും താരതമ്യേന കുറവായിരിക്കും മാത്രം. പിന്നെ അത് കൂടുതലായിട്ടും മെയിനായിട്ട് കണ്ടുവരുന്നത് ഓട്ടം വളരെ കുറവുള്ള വണ്ടികളിലാണ് ഈ കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് വരിക. കാരണം കുറേ നേരം പെട്രോൾ അതിനകത്ത് കിടക്കുകയും അതിനകത്ത് അങ്ങനെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കാനുള്ള സമയം കിട്ടുകയും ചെയ്യുമ്പോഴാണ് ആ പ്രോബ്ലംസ് വരാം. എന്നാൽ നല്ല അത്യാവശ്യം ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടികളിൽ അങ്ങനെ അത്രയും അങ്ങോട്ട് കാണാറില്ല സാധാരണ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കൃത്യമായിട്ട് പറയാം, കാർബറേറ്റർ ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതിയോ, ഇനി അതല്ലെങ്കിൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കണമെന്നുള്ളത് കൃത്യമായിട്ട് നമ്മളോട് പറയണം. കാരണം എന്താ വെച്ചാൽ ക്ലീൻ ചെയ്യണമെങ്കിലും ഈ പറഞ്ഞ ചിലവുണ്ട്. പിന്നീട് കംപ്ലയിൻറ്റ് വന്നാലും ഏകദേശം എനിക്ക് തോന്നുന്നു 2700 2750 രൂപയാണ് കാർബറേറ്റർ അസംബ്ലിയുടെ വില. അപ്പോൾ ഇപ്പോൾ ക്ലീൻ ചെയ്ത് പിന്നെ കംപ്ലയിൻറ്റ് വന്നാൽ ഈ പൈസയും പോവും, വീണ്ടും നമ്മൾ പുതിയ കാർബറേറ്റർ മേടിച്ച് വെക്കേണ്ടതായിട്ടും വരും. അപ്പോൾ അത് കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമുക്കതിനൊരു പെർമിഷൻ തരാൻ, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നമ്മളടുത്ത് പറയണം കേട്ടോ. പിന്നെ നമുക്ക് വണ്ടി കഴുകണ ദിവസം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട്, ഇതിനുള്ളിലൊക്കെ നല്ലോണം ചെളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പൺ വാഷിംഗ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അങ്ങനെ കഴുകുമ്പോൾ നീറ്റായിട്ട് നമുക്ക് ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെയിൻറ്റ് ടച്ച് ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഈ ബുഷുകൾ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ആണ്. അതേപോലെ തന്നെ ലിങ്ക് ബുഷും ഓൾറെഡി പ്ലേ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ബുഷ് സെറ്റുകൾ മാറ്റിയിട്ടില്ലെങ്കിൽ എന്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ ടയറൊക്കെ വെട്ടിത്തേഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് അത്യാവശ്യം നല്ല ലൈനറാണ് ഉപയോഗിക്കാനൊക്കെ. ബ്രേക്കിൻ്റെ കേബിളുകൾ 2 കേബിളുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആക്ഷൻ പോകുന്ന 2 കേബിളുകളുണ്ട്. ഒന്ന് ബാക്കിലേക്ക് പോകുന്ന കേബിളുണ്ട്, ഒരെണ്ണം ആ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ ഫ്രണ്ടിലേക്ക് ഒരു കേബിൾ വരുന്നുണ്ട്. ആ 2 കേബിളുകൾ കംപ്ലയിൻ്റാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് രണ്ടും ഒരേ മോഡൽ ബ്രേക്ക് കേബിളാണ്. അപ്പോൾ ഇതിൻ്റെ നോക്കുമ്പോൾ ഇത് ഇത്രയും ഡിസ്റ്റൻസ് വരുന്നുണ്ട്, ബ്രേക്ക് പിടിച്ച് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ട് ഇത്രയും ഗ്യാപ്പുണ്ട്. ഈ കേബിൾ ഓൾറെഡി ഔട്ടർ വലിഞ്ഞതുകൊണ്ട് ചേർന്ന് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്താലും ബ്രേക്ക് ആവില്ല. അപ്പോൾ ഇത് ഈ കേബിളിൻ്റെ സപ്പോർട്ടിങ് കേബിളാണ് ഒരെണ്ണം ബാക്ക് സൈഡിലേക്ക് വരുന്നത്. ആ കേബിളും കൂടി മാറ്റിയിട്ട് വേണം നമ്മൾ ബ്രേക്കിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോഴാണ് ബ്രേക്ക് സ്മൂത്ത് ആവുള്ളൂ. റൈറ്റ് സൈഡിൽ ബ്രേക്ക് കേബിൾ അത്രയും പ്രശ്നമില്ല, ചെറിയൊരു ടൈറ്റ് ഉണ്ട്, പക്ഷേ മാറ്റേണ്ട സിറ്റുവേഷനൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് വീൽ ബെയറിങ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറായാലും വലിയ പഴക്കമില്ലാത്ത ടയറാണ്. നമ്മൾ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് 2024 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററി. വോൾട്ട് നോക്കുമ്പോൾ 12.65 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.32 വരെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ വോൾട്ട് വേരിയേഷൻ ചെറുതായിട്ടുണ്ട്. എന്നാൽ പോലും വേറെ സെൽഫ് എടുക്കണതിനൊന്നും പ്രോബ്ലം കാണിക്കുന്നില്ല. പിന്നെ മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു പാർക്ക് ബൾബ് തെളിയുന്നില്ല. അപ്പോൾ അത് നമ്മൾ അഴിച്ച് കൂട്ടത്തിൽ മാറ്റുന്നത്. അതായത് നൈറ്റ് വണ്ടി ഓടുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഡിസ്പ്ലേ തെളിഞ്ഞ് കാണാനായിട്ട് വന്നൊരു ബൾബുണ്ട്. അതിനകത്ത് 2 ബൾബുകൾ വരാം, അതിനകത്ത് ഒരു ബൾബ് പോയിട്ടുണ്ട്. അത് കൂട്ടത്തിലൂടെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സെക്കൻഡറി ഫിൽറ്ററാണ് ഇത്. എയർ ഫിൽറ്റർ പോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ യൂണിറ്റാണത്. അപ്പോൾ അതൊന്ന് മാറ്റിയിടാം, മൊത്തം പൊടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ പ്ലഗ് നല്ല ടൈറ്റാണ് കാണുന്നത്, ത്രെഡ് നല്ലോണം ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ പ്ലഗ് ഒന്ന് കൈയോടെ മാറ്റിയിട്ടേക്കാം. കാരണം ഈ പ്ലഗ് ഇനി വീണ്ടും കയറ്റിയിട്ട് ആ ത്രെഡ് പോകാനുള്ളൊരു സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്, പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ നല്ല ഓയിലാണ്, വേറെ ലെവൽ കുറവൊന്നുമില്ല. ഇവിടെ ചെറുതായിട്ട് ഒരു ലീക്കിൻ്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട്. അത് ആ സ്റ്റിക്കിൻ്റെ ഓറിങ് ഉണ്ട്, അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഭാഗം ഓക്കെ ആയിക്കോളും. അപ്പോൾ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. അതിനകത്ത് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്നും പറയാം, പാർട്സുകളൊന്നും പറയാം. ഒന്ന് ഗിയർ ഓയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഗിയർ ഓയിൽ അതിനകത്ത് തന്നെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷുകൾ. പിന്നെ ക്ലച്ച് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും വന്ന ബുഷുകൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രേക്കിൻ്റെ കേബിൾ, ഈ കേബിളും ഫ്രണ്ടിലേക്ക് വന്ന ഒരു കേബിൾ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. കാർബറേറ്ററിൻ്റെ അസംബ്ലി നമുക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ ക്ലീനിങ് ആണെങ്കിൽ കാർബറേറ്റർ ഫുൾ സെറ്റാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ക്ലീൻ ചെയ്ത് കിട്ടാൻ മതി, ആ രീതിയിൽ ചെയ്യാം. പക്ഷേ നമുക്കൊരു ഗ്യാരണ്ടി ഉറപ്പോ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കാർബറേറ്റർ അസംബ്ലി മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഇടണം. നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായിട്ട് റിപ്ലൈ തന്നാൽ മതി. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഹെഡിൻ്റെ ഇവിടെ വരുന്ന ഓറിങ്ങും അതിൻ്റെ ഓയിൽ സീലും ഉൾപ്പെടുത്തുന്നുണ്ട്.
മൊത്തത്തിൽ അഴിച്ച് കഴുകണോണ്ട് വാട്ടർ സർവീസ് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ബുഷുകൾ 2 ബുഷുകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഉള്ളത് മീറ്ററിനകത്ത് വരുന്ന ഒരു ബൾബ് ഉണ്ട്, അത് എസ്റ്റിമേറ്റിൽ കാണിക്കുന്നുണ്ട്. സ്പാർക്ക് പ്ലഗും ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും കാണിക്കുന്നുണ്ട് കേട്ടോ. അത്രയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഈ സ്റ്റിക്കിൻ്റെ ഒരു ഓറിങ് ഇടാൻ്റെ. അപ്പോൾ അത് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ കേട്ടോ. അത് റിപ്ലൈ കിട്ടിയിട്ട് നമുക്കതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. പ്രത്യേകം ആ കാർബേറ്ററിൻ്റെ ടെസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് എടുത്ത് പറയാനായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ.